ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ വേവിക്കുന്ന ഒരു കിടിലൻ സ്നാക്കാണിത്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 4 അച്ച് ശർക്കര ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുക്കുന്നത്. ശർക്കരയൊക്കെ ഇവിടെ ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബനാന ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബനാനയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കേൻ്റെ കുരു ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ശർക്കരപ്പാനി ഇപ്പോൾ ഒരു ഇളം ചൂടോട് കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല ചൂടോട് കൂടി ചേർക്കരുത് കേട്ടോ. ഒരു ഇളം ചൂടൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബനാന വഴറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബനാന മിക്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ശർക്കരയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കേക്ക് ടിന്നാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് അതിലൊരു ബട്ടർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വേവിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നെയ്യെല്ലാം തടവിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയില വെട്ടിയിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ അത് വേവിക്കുന്നത് അതിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവിയാലും മതി കേട്ടോ. എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രം ഇതിലേക്ക് ഇറക്കിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഹോളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പോലെ ഇവിടെ കുക്കായിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്യൂറൊക്കെ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം വേണം നമ്മളിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാൻ. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. അതുപോലെ പഞ്ഞി പോലെ ആവുമൊന്നുമില്ല. പിന്നെ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുട്ടീസിനൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. നല്ല ഹെൽത്തിയും കൂടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്